3 ദിവസങ്ങൾക്കിടയിൽ പൂഞ്ചിലും ഉറിയിലുമായി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം ഏതാണ്ട് 18 ആയിരിക്കുകയാണ്. അത്തരത്തിൽ വലിയ പ്രകോപനം പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് നിയന്ത്രണ രേഖയിൽ തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അഭിലാഷ്, ഇത്തരത്തിൽ പ്രകോപനം പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് തുടരുന്ന പശ്ചാത്തലത്തിലാണ് രാജ്യം അതീവ ജാഗ്രത പുലർത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് അതിർത്തി മേഖലകളിലടക്കം സുരക്ഷ ശക്തമാക്കുന്ന സാഹചര്യം ആണ് ഉള്ളത്. അതേസമയം ജമ്മു കാശ്മീർ സുരക്ഷിതമെന്ന് തന്നെ സൈന്യം ആവർത്തിക്കുന്നു. അവിടെ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള അടക്കം ഉള്ളവർ ഒക്കെ സന്ദർശനം നടത്തുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ജമ്മു കാശ്മീരിന്റെ ലഫ്റ്റനന്റ് ഗവർണർ ഈ ആക്രമണം നടന്ന പ്രദേശങ്ങളടക്കം സന്ദർശിക്കുകയും ചെയ്ത സാഹചര്യം ആണ് ഉള്ളത്. അതേസമയം വലിയ തോതിലുള്ള ആശങ്ക തുടരുന്ന സാഹചര്യത്തിലൂടെയാണ് പാകിസ്ഥാൻ കടന്നു പോകുന്നത് എന്നുള്ളതാണ്. അവിടെ ഭരണകൂടത്തിന് വലിയ തലവേദനയായി മാറുന്ന വിഘടനവാദികൾ ബലൂച്ച് ലിബറേഷൻ ആർമി അവർ നേരത്തെ തന്നെ പാകിസ്ഥാൻ സൈന്യത്തിന് നേരെ രംഗത്ത് വന്നതാണ്. കുഴിബോംബുകളൊക്കെ അവർക്ക് നേരെ സൈന്യത്തിന് നേരെ പ്രയോഗിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളടക്കം കണ്ടതാണ്. തുടർച്ചയായി പാകിസ്ഥാനിലെ സൈനികരെ കൊലപ്പെടുത്തുന്നതും കണ്ടതാണ്. ഇടയ്ക്ക് ട്രെയിൻ തട്ടിക്കൊണ്ടുപോയതടക്കമുള്ള വാർത്തകളൊക്കെ അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധ പിടിച്ചു പറ്റിയതുമാണ്. ഇന്ത്യക്കെതിരെ പോരാടുന്നു, ഇന്ത്യയെ ആക്രമിക്കുന്നു എന്നൊക്കെ പറയുന്ന പാകിസ്ഥാന് വലിയ തലവേദനയാണ് ആഭ്യന്തരമായി ഇത് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വാർത്തയുടെ വിശദാംശങ്ങളുമായി കിരൺ ബാബു ആണ് ചേരുന്നത്. കിരൺ, ഇന്നലെ ഇന്ത്യ കനത്ത പ്രഹരം നൽകി എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ. അതിനിടെ ഇതേ സമയം തന്നെ പാകിസ്ഥാന് വലിയ തലവേദനയായി മാറിയിരുന്നു അവിടുത്തെ വിഘടനവാദികൾ. അവർക്ക് ഒറ്റ പിടിച്ചു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരികയും ചെയ്തിരുന്നു. എന്താണിപ്പോൾ പാകിസ്ഥാൻ നേരിടുന്ന ആഭ്യന്തര പ്രശ്നത്തിന്റെ മൂർധന്യാവസ്ഥ? അഭിലാഷ, പാകിസ്ഥാൻ ഒരു ഭാഗത്ത് ഇന്ത്യയെ നേരിടാൻ ഒരുങ്ങുകയും ഇന്ത്യയുമായി വേണമെങ്കിൽ ഒരു യുദ്ധം വരെ ആകാം എന്നുള്ള മട്ടിലൊക്കെയാണ് പാകിസ്ഥാന്റെ പ്രധാനമന്ത്രിയും സൈനിക മേധാവിയും ഒക്കെ പ്രതികരിച്ചുകൊണ്ടിരുന്നത്. അതിനിടയിലാണ് ഇപ്പോൾ പാകിസ്ഥാന്റെ ഒരു ഭാഗം തന്നെ നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയിലേക്ക് നീങ്ങുകയാണ്. ബലൂചിസ്ഥാനിൽ ലിബറേഷൻ ആർമിയുടെ നേതൃത്വത്തിൽ BLAയുടെ നേതൃത്വത്തിൽ നേരത്തെ തന്നെ വലിയ പോരാട്ടങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പാകിസ്ഥാൻ സൈന്യവുമായി നിരന്തരം ഏറ്റുമുട്ടലൊക്കെ ഉണ്ടാകുന്നുണ്ട്. കഴിഞ്ഞ മാർച്ചിലാണ് അവിടെ ഒരു ട്രെയിൻ അടക്കം തട്ടിയെടുത്ത് ആളുകളെ ബന്ദികളാക്കിയൊക്കെ വിലപേശൽ നടത്തുകയും ഒക്കെ ചെയ്തത്. അവസാനം ആ ട്രെയിൻ ഭീകരിൽ നിന്ന് ആ ട്രെയിനിനെ മോചിപ്പിക്കാനൊക്കെ കഴിഞ്ഞുവെങ്കിലും ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ നേതൃത്വത്തിലുള്ള പോരാട്ടം പലതരത്തിൽ തുടരുകയാണ്. ഇന്ത്യയുമായി ഒരു പോരാട്ടത്തിന് അല്ലെങ്കിൽ ഇന്ത്യയുമായി ഒരു സംഘർഷത്തിലേക്ക് നീങ്ങി അതേ ഘട്ടത്തിൽ തന്നെയാണ് ബലൂജിൽ കഴിഞ്ഞ ദിവസം 14 പേരെ സൈനികരെ കൊലപ്പെടുത്തിയത്. അതോടൊപ്പമാണ് ഇന്ന് ബലൂജിലെ കൊറ്റ, അവിടുത്തെ പ്രധാനപ്പെട്ട തലസ്ഥാനം എന്ന് പറയാവുന്ന കൊറ്റ നഗരം പൂർണ്ണമായും BLA പിടിച്ചെടുത്തുവെന്നും അവിടുത്തെ പ്രധാനപ്പെട്ട പോയിന്റുകളിൽ നിന്ന് പാകിസ്ഥാൻ സൈന്യത്തെ പൂർണ്ണമായും അവിടെ നിന്ന് അറ്റിയെന്നും അവർ അവകാശപ്പെടുന്നുണ്ട്. ബലൂജിനെ ഒരു സ്വതന്ത്ര രാജ്യമായി പ്രഖ്യാപിക്കണം എന്നുള്ള ഒരു പ്രഖ്യാപനമാണ് അനൗദ്യോഗികമായി അവരുടെ ഭാഗത്തു നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ബലൂചിസ്ഥാനിനെ പ്രത്യേക രാജ്യമാക്കണമെന്ന് ആവശ്യപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട സാംസ്കാരിക നായകനും എഴുത്തുകാരനും കവിയൊക്കെ മിർ യാർ ബലോച്ച് നരേന്ദ്രമോദിയെ ടാഗ് ചെയ്തുകൊണ്ട് ഒരു ട്വീറ്റ് ഇട്ടിട്ടുണ്ട്. ഞങ്ങളുടെ രാജ്യത്തിന് ഒരു സ്വതന്ത്ര രാജ്യമായി ഇന്ത്യ അംഗീകരിക്കണം, അതോടൊപ്പം തന്നെ ഞങ്ങളുടെ രാജ്യത്തിൻ്റെ ഒരു കാര്യാലയം ഡൽഹിയിലും ഇന്ത്യയുടെ ഒരു കാര്യാലയം കൊച്ചിയിലും തുടങ്ങണം എന്നും കൂടി അദ്ദേഹം ആവശ്യപ്പെടുന്നു. എന്തായാലും അവിടുത്തെ ഇവർ പറയുന്ന അവകാശവാദങ്ങൾ എത്രത്തോളം അംഗീകരിക്കാൻ കഴിയുമെന്ന് നമുക്ക് സ്ഥിരീകരണമില്ല എങ്കിൽ പോലും അവിടുത്തെ പ്രധാനപ്പെട്ട പല പോസ്റ്റുകളിൽ നിന്നും പാക് സൈന്യത്തിന് ഇല്ലാതെ പാക് സൈന്യം ഒഴിഞ്ഞ പോസ്റ്റുകളുടെയൊക്കെ വീഡിയോ ദൃശ്യങ്ങളൊക്കെ അവർ പുറത്തുവിടുന്നുണ്ട്. എന്തായാലും BLAയുടെ നേതൃത്വത്തിൽ വലിയ മുന്നേറ്റമാണ് ഈ ബലൂജ് ഭാഗത്ത് ഉണ്ടായിരിക്കുന്നത്. പാകിസ്ഥാൻ ഇപ്പോൾ ഒരു ഭാഗത്ത് ഇന്ത്യയുമായി പോരാടണോ അല്ലെങ്കിൽ സ്വന്തം ആഭ്യന്തര പ്രശ്നങ്ങൾ പരിഹരിക്കണോ തുടങ്ങിയ വിഷയങ്ങളൊക്കെ അതികഠിനമായി തന്നെ അവർ നിൽക്കുകയാണ്. ബലൂചിസ്ഥാൻ പ്രത്യേകമായ രാജ്യമായി തന്നെ മാറും അല്ലെങ്കിൽ അങ്ങനെ പ്രഖ്യാപിക്കുന്നു, അനൗദ്യോഗികമായെങ്കിലും അങ്ങനെ പ്രഖ്യാപനമൊക്കെ ഉണ്ടാകുന്നു. ഇനി വീണ്ടും അവിടെ ഒരു വലിയ ബലൂച്ച് ലിബറേഷൻ ആർമിയുമായിട്ടുള്ള ഒരു പോരാട്ടത്തിലേക്ക് പാക് സൈന്യം നീങ്ങാനുള്ള സാധ്യതയുമൊക്കെ ഉണ്ട്. തൽക്കാലം എന്തായാലും അവിടെ അങ്ങനെ ഒരു പ്രതിരോധത്തിന് പാക് സൈന്യം തയ്യാറാവുന്നില്ല എന്ന് വേണം കരുതാൻ. അവിടുത്തെ പ്രധാനപ്പെട്ട പോസ്റ്റുകളിൽ നിന്ന് പ്രധാനപ്പെട്ട സ്റ്റേഷനുകളിൽ നിന്നൊക്കെ ഏതായാലും പാക് സൈന്യം പിൻവാങ്ങിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് തൽക്കാലം ഇപ്പോൾ ഇന്ത്യയുമായി ഒരു പോരാട്ടം നടക്കുന്ന സമയത്ത് അത്തരത്തിലേക്ക് ആഭ്യന്തര പ്രശ്നങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ സ്വാഭാവികമായും അത് തിരിച്ചടിയാവും എന്നുള്ളത് കൊണ്ടാവണം തൽക്കാലം അവർ അവിടെ നിന്ന് എന്തായാലും പിൻവാങ്ങിയിട്ടുണ്ട്. ഇവരെ ഇന്നലെ രാത്രി നടത്തിയ തുടർ സ്ഫോടനങ്ങളും വെടിവെപ്പിലും അവരെ അവിടെ നിന്ന് പാക് സൈന്യത്തെ തുരത്തുകയായിരുന്നു എന്നാണ് ബലൂച്ച് ലിബറേഷൻ ആർമി അവകാശപ്പെടുന്നത്. എന്തായാലും ആഭ്യന്തര പ്രശ്നം അത്രത്തോളം രൂക്ഷമാണ് പാകിസ്ഥാനിൽ തെളിയിക്കുന്നതാണ് ബലൂജിൽ നിന്നുള്ള സംഭവങ്ങൾ. ഇന്ത്യക്കെതിരെ ഇത്തരത്തിൽ ദുർബലമായ പോരാട്ടങ്ങൾ നടത്തുമ്പോൾ, ഭീരുത്വം നിറഞ്ഞ പോരാട്ടം നടത്തുമ്പോൾ ആ രാജ്യത്തിൻ്റെ ആഭ്യന്തര സാഹചര്യം കൂടിയാണ് കിരൺ ബാബു വ്യക്തമാക്കിയത്. ജമ്മു കാശ്മീരിലെ ഉറിയിൽ പാകിസ്ഥാൻ ഷെല്ലാക്രമണം നടത്തുമ്പോൾ കനത്ത നാശനഷ്ടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്.
ഗ്രാമവാസിയായ ഒരു സ്ത്രീ കൊല്ലപ്പെട്ടു, നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. മേഖലയിൽ രാവിലെ വരെ തുടർച്ചയായ അപായ സൈറണുകൾ മുഴങ്ങിയിരുന്നു. പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ തകർത്ത ഇന്ത്യൻ ആക്രമണത്തിന് പിന്നാലെയാണ് കശ്മീർ അതിർത്തിയിൽ പാകിസ്ഥാൻ ഷെല്ലാക്രമണവും വെടിവെപ്പും തുടങ്ങിയത്. 2 ദിവസത്തിനുള്ളിൽ അതിർത്തിയിലെ പാക് ആക്രമണങ്ങളിൽ 13 പേരുടെ മരണം സ്ഥിരീകരിച്ചിരുന്നു. ഇന്നലെ രാത്രി വീണ്ടും പാകിസ്ഥാൻ ഉറിയിൽ വെടിവെപ്പ് ശക്തമാക്കി. ആക്രമണത്തിൽ ഉറി സ്വദേശിനിയായ യുവതി കൊല്ലപ്പെട്ടു. 45-കാരിയായ നർഗീസ് ബീഗം കുടുംബത്തോടൊപ്പം ബാരാമുള്ളയിലേക്ക് പ്രാണരക്ഷാർത്ഥം യാത്ര ചെയ്യുന്നതിനിടെയായിരുന്നു പാക് ഷെല്ല് പതിച്ചത്. ഇതിന്റെ ആഘാതത്തിൽ നർഗീസ് സഞ്ചരിച്ചിരുന്ന വാഹനം തകരുകയും ഷെല്ലിന്റെ ഒരു ഭാഗം കഴുത്തിലേക്ക് തുളച്ചു കയറുകയും ചെയ്തു. पाकिस्तान के गोलीबारी से हमारे मकानों की खस्ताहाली होगी। रात को हम शीलिंग की वजह से एक कमरे के अंदर हम लेट के रात निकाली। 15 से 20 मकान हमारे बिल्कुल डैमेज हो गए हैं। 50-60 जो पार्शल हैं, बाकी फुल डैमेज 15 से 20 हो गए हैं। पाकिस्तान की शीलिंग ने हमें बहुत नुकसान दिया है इस गोलीबारी से। तो ये तो हमारे घर के पास ही, मतलब हमारे घर पे अंदर ही जो है ये बम पड़ा है रात को। तो 8 के 7 बम पड़े यहाँ पे, काफ़ी ज़्यादा नुकसान है। हमारे घर पे दरवाजे टूट गए, मतलब जो विंडोज थी वो टूट गई हैं, गेट टूटे हैं, शीशे, मतलब ग्रिल, सब कुछ, मतलब फ्रंट एरिया पूरा मकान का जो है उड़ गया है। मेरी मासी के घर पड़े, एक अंकल है उनके घर पड़ा, तो उनका घर तो पूरा डैमेज हो गया है। പരുക്കേറ്റവരെ 50 കിലോമീറ്റർ അകലെയുള്ള ബാരാമുള്ള മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. ഗുൽമാർഗ്, ഉറി, നൌഗാം, കുപ്വാര, രജൌരി, പൂഞ്ച് എന്നിവിടങ്ങളിൽ ശക്തമായ പാക് ഷെല്ലാക്രമണം തുടരുകയാണ്. പ്രദേശത്ത് സമ്പൂർണ്ണ ബ്ലാക്ക് ഔട്ട് പ്രഖ്യാപിച്ചു. അതിർത്തി കടന്നെത്തിയ 50ഓളം പാക് ഡ്രോണുകൾ ഇന്ത്യൻ സേന തകർത്തു. പാകിസ്ഥാന്റെ F-16, JF-17 വിമാനങ്ങളും ഇന്ത്യ തകർത്തു. 2 പൈലറ്റുമാരെ സേന ജീവനോടെ പിടികൂടി. ഇവരെ ചോദ്യം ചെയ്തു വരികയാണ്. ഇതിനിടെ ജമ്മുവിലെത്തിയ കശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള സ്ഥിതിഗതികൾ വിലയിരുത്തി. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. രാജ്യത്തിന്റെ പടിഞ്ഞാറൻ അതിർത്തിയിൽ തുടർച്ചയായി ആക്രമണങ്ങൾ നടത്തി പാകിസ്ഥാൻ. ഇന്നലെ രാത്രി മുതൽ പുലർച്ചെ വരെ തുടർച്ചയായി പാക് പ്രകോപനം ഉണ്ടായി. ജമ്മു കാശ്മീരിലെ നിയന്ത്രണ രേഖയിൽ പാകിസ്ഥാൻ നടത്തിയ ആക്രമണങ്ങൾ ഇന്ത്യൻ സേന നിർവീര്യമാക്കി. ഡ്രോൺ ആക്രമണങ്ങൾ ചെറുത്ത സൈന്യം ശക്തമായി തിരിച്ചടിച്ചു. രാജസ്ഥാനിലെ ജയ്സാൽമീറിൽ പാകിസ്ഥാൻ മിസൈലുകളുടെയും ഡ്രോണുകളുടെയും അവശിഷ്ടങ്ങൾ കണ്ടെടുത്തു. ഹാമർ സ്മാർട്ട് ബോംബുകളും SCLP മിസൈലുകളും ഉൾപ്പെടെ 24 യുദ്ധോപകരണങ്ങളുടെ അവശിഷ്ടങ്ങൾ ആണ് കണ്ടെത്തിയത്. S-400 ഉൾപ്പെടെയുള്ള ഇന്ത്യൻ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, മിസൈലുകളും ഡ്രോണുകളും തകർത്തുവെന്ന് സൈന്യം അറിയിച്ചു. പഞ്ചാബിലെ ബഠിൻഡ, ഹോഷിയാപൂർ എന്നിവിടങ്ങളിൽ നിന്നും പാകിസ്ഥാൻ പ്രൊജക്ട് ലൈറ്റുകളുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ബഠിൻഡയിലെ ബീഡ് തലാബിലും ആയുധാവശിഷ്ടങ്ങൾ കണ്ടെത്തി. ഇന്ത്യൻ വ്യോമസേന തകർത്ത പ്രൊജക്ട് ലൈറ്റുകളുടെ അവശിഷ്ടങ്ങളാണ് ഇവ. പാക് ആക്രമണ